വലിച്ചലുണ്ട്. സോമശേഖരനെ ഞാൻ എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് അയാള് തന്ന വേദനയല്ലേ, ഇതങ്ങനെ പെട്ടെന്നൊന്നും മാറണ്ട. ശിവേട്ടന് എന്താ പറ്റിയേ? ഏയ് കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു ക്ഷീണം. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനും മാത്രമായിട്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല. പിടികിട്ടിയതല്ലേ, ഒരാട്ടം തല സൂപ്പിട്ട് കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പച്ചമുട്ട വാട്ടി വെറും വയറ്റിൽ 3 ദിവസം അങ്ങ് കഴിക്കണം. അത് തീരാവുന്ന ചതവേ ഉള്ളൂ. റാണി, വേലായുധേട്ടൻ എവിടെ? അച്ഛൻ സ്ഥലത്തില്ല, എവിടെ പൂരം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു പോയതാ. വേടിക്കട്ടെ എവിടെ ഉണ്ടെങ്കിലും അച്ഛൻ ചെല്ലാതെ തിരികൊളുത്തില്ലല്ലോ. ശിവേട്ടന് എന്താ സുഖമില്ലേ? ഒന്നുമില്ലെന്നേ, ശാലിനും രാമേട്ടനും കൂടെ എന്നെ വെറുതെ രോഗിയാക്കുക. ഒന്നുമല്ല, ആ സോമശേഖരൻ അവന്റെ കൈ കൊത്തു കിട്ടിയപ്പോ പോലീസുകാരുടെ ഗുണം അവൻ കാണിച്ചു. ഒന്നിച്ചു ചേർന്ന് ഒരുത്തന്നെ തല്ലി ചതയ്ക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഹോബിയല്ലല്ലോ. ചാവുന്നത് വരെ അവന്മാർ തല്ലും. ചത്താൽ കെട്ടിത്തൂക്കിട്ട് പറയും സ്വയം തൂങ്ങിയതാണെന്ന്. എന്തായാലും രാമേട്ട, ആയുസിന്റെ ബലവും തണ്ടലിന്റെ ഉറപ്പും കാരണം ആ വക ലീലാവിലാസങ്ങളൊന്നും എന്റെ അടുത്ത് ചെലവായില്ലല്ലോ. തല്ലി, ശരിക്കും തല്ലി. അവന്റെ ദേഷ്യം തീരുന്നത് വരെ അവൻ തല്ലി ചതച്ചു. ഇനി കിട്ടിയത് തിരിച്ചു കൊടുക്കുന്ന ചടങ്ങാ. ഇനിയിപ്പം ഉടനെ ഒരു തിരിച്ചടിക്കൊന്നും പോണ്ട. അതിനുള്ള ആരോഗ്യാവസ്ഥയിലല്ല ശിവനിപ്പോ. കിട്ടിയത് കൂട്ടത്തിൽ മേടിച്ച് അവസരം കിട്ടുമ്പോ തിരിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് കാത്തിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. 1 വെച്ചാ 2, 2 വെച്ചാ 4, 4 വെച്ചാ 8. ആ പോളിസിയാണ് തല്ലിന്റെ കാര്യത്തിൽ ഞാൻ പിന്തുടരുന്നത്. 1 കിട്ടിയാ അത് 2ആയിട്ട് തിരിച്ചു കൊടുത്തിരിക്കും. അതിലൊരു തർക്കവും വേണ്ട. സോമശേഖരൻ അത് അർഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഉടനെ വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ.